റോഡ് സുരക്ഷാ വിദഗ്ധനായിട്ടുള്ള ഉപേന്ദ്ര നാരായണൻ കൂടി ടെലിഫോൺ അയച്ചിരിക്കുകയാണ്. നമസ്കാരം ശ്രീ ഉപേന്ദ്ര നാരായണൻ. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. പക്ഷെ അപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? എന്താണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? ഒരു അപകടം സംഭവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാവേണ്ടത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ ബൈക്കുകൾ ഇത്രത്തോളം അമിത വേഗത്തിൽ ഡേഞ്ചറസ് ആയിട്ട് ഓടിക്കാനൊരു സന്ദർഭം ഉണ്ടായത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. കാര്യം തിരുവനന്തപുരം സിറ്റിയുടെ ഏറ്റവും സെൻസിറ്റീവ് ഏരിയ ആണ് PHQ, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് അടങ്ങുന്ന ആ ഒരു വെള്ളയമ്പലം തൊട്ട് നമ്മുടെ കവടിയാർ തൊട്ട് വെള്ളയമ്പലം തൊട്ട് നമ്മുടെ വഴുതക്കാട് വരെയുള്ള റോഡെന്ന് പറയുന്നത് ഏറ്റവും ഹൈലി സെക്യൂർഡ് ഏരിയയില് ഇത്രയും ഹൈ സ്പീഡിൽ, എനിക്ക് തോന്നുന്നു ആ ബൈക്ക് ഒരു 90-100 കിലോമീറ്റർ സ്പീഡിൽ, മറ്റു വാഹനങ്ങളുടെ സ്പീഡ് നമ്മൾ ആ വിഷ്വൽസിൽ കാണുന്നതെന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും, അഗ്രസീവ് സ്പീഡിലാണ് ആ ബൈക്ക് പോയത്. അപ്പോൾ എന്തുകൊണ്ട് ട്രാഫിക് പോലീസ് 8 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും, പക്ഷേ നമ്മുടെ കൺട്രോൾ റൂം വെഹിക്കിൾസ് ഉണ്ട്, അത് പെട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇത്തരം ഒരു അപകടം തന്നെ ഉണ്ടാവില്ലായിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ച റിട്ടയർഡ് SP അദ്ദേഹം പറയുന്നത് ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ അപകടം നടക്കുമ്പോൾ പോലീസിനെ അറിയിക്കണം എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും ചെയ്യേണ്ട കാര്യമാണ്. അത് ഒരുപക്ഷെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നിർത്തി അവിടെ എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, അത് അവിടെ നടത്തിയിട്ടില്ല. ആ രീതിയിൽ അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പോലീസ് ഇത് തിരയേണ്ടതല്ലേ? പോലീസിന് അറിഞ്ഞതുമാണ് ഇങ്ങനെ ഒരു അപകടം നടന്നു, FIR ഇടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ അപകടം ഉണ്ടാക്കിയ ആൾ അല്ലെങ്കിൽ ഈ അപകടത്തിൽ ഉണ്ടായിരുന്ന ആൾ എവിടെ, എന്ത് സംഭവിച്ചു ആൾക്ക്, അല്ലെങ്കിൽ അയാളോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിനുണ്ടല്ലോ. ഇത് വീട്ടിൽ പോയി, വീട് പക്ഷെ അടഞ്ഞു കിടക്കുകയാണ്, ഫോണിൽ വിളിച്ചു, സ്വിച്ച് ഓഫ് ആണ്. പിന്നെ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കൊന്നും പോകുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഈ സ്ഥലത്തേക്ക് ഒരു CCTV ദൃശ്യങ്ങളൊക്കെ എത്ര വേണമെങ്കിലും കിട്ടാവുന്നതല്ലേ ഉള്ളൂ. അത് മാത്രമല്ല പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒക്കെ തൊട്ടടുത്തുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ പിന്നെ അവിടെ ഈ പരിശോധന നടത്താനോ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ, ഈ കാറ് പിന്നീട് എവിടെ പോയി എന്നൊക്കെ കണ്ടുപിടിക്കാൻ അത്ര വലിയ പ്രയാസമൊക്കെ ഉണ്ടാകുമോ ഈ പോലീസിന്? അല്ല, താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. കാര്യം രണ്ടാമത്തെ വലിയ വീഴ്ച എന്ന് പറയുന്നത്, ട്രിവാൻഡ്രം ക്ലബിന്റെ ഗേറ്റിൽ നിന്ന് വണ്ടി വെളിക്കോട്ട് ഇറങ്ങുന്നു, ഓവർ സ്പീഡിൽ വന്ന വാഹനം, ഈ മണിയമ്പിള്ള രാജു ഓടിച്ച വണ്ടി ഒരു വോൾവോ ആണ്, ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഒരു വാഹനമാണ്. അതിന്റെ ഫ്രണ്ട് എൻഡാണ് ആക്സിഡന്റിൽ പെട്ട് പൊളിഞ്ഞു പോയത്, ഇൻക്ലൂഡിങ് നമ്പർ പ്ലേറ്റ് പോലും റോഡിൽ കിടന്ന് അദ്ദേഹം അവിടെ നിർത്തേണ്ടതായിരുന്നു. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ്, പോലീസിന്റെ വീഴ്ച എന്ന് പറയുന്നത്, ഈ വാഹനം ഇപ്പോ കണ്ടുപിടിച്ചത് ടെന്നീസ് ക്ലബിന്റെ ഭാഗത്തു നിന്നാണ്. അവിടുന്ന് ഏകദേശം ഒരു 250-300 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പറഞ്ഞ ടെന്നീസ് ക്ലബ് ഉള്ളത്. അവിടെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലെങ്കിൽ തന്നെ റിയർ നമ്പർ പ്ലേറ്റ് എന്തായാലും കാണാൻ പറ്റും. ആ വണ്ടി കണ്ടുപിടിക്കാനോ അത് കസ്റ്റഡിയിൽ എടുക്കാനോ പോലീസ് ശ്രമിച്ചില്ല രാത്രി തന്നെ. രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത്, ആ റോഡ് ഈ അപകടം ഉണ്ടായാൽ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് പോലീസ് ഓടി എത്തിയില്ല അവിടെ. കാര്യം വരാൻ ഇത്തിരി സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം എടുത്ത് അയാൾക്ക് രക്ഷപ്പെടാനുള്ള സമയം ഉണ്ടായി. മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ വാഹനം അദ്ദേഹം ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോ അവിടെ തന്നെ നിർത്തണമായിരുന്നു. കാര്യം അവിടെ ട്രിവാൻഡ്രം ക്ലബിലെ എല്ലാ ആൾക്കാരും ഉള്ള ഒരു സമയമാണ് രാത്രി 9:10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും അവിടെ ഉണ്ടാവും. അപ്പൊ അവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമായ സപ്പോർട്ട് ക്ലബ് മെമ്പേഴ്സിൽ നിന്നൊക്കെ വാങ്ങാമായിരുന്നു. ഈ വിക്ടിംസിനെ ആശുപത്രി കൊണ്ടുപോകാൻ അദ്ദേഹം സഹായിച്ചില്ല. ടെലിഫോണിൽ കൂടെ പറയുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം, അതിനൊന്നും നമുക്ക് പ്രൂഫ് ഇല്ലല്ലോ. അദ്ദേഹം ചെയ്ത അക്ഷന്ത്യമായ ഒരു വലിയ കുറ്റമാണ്. അവിടുന്ന് ഈ ട്രിവാൻഡ്രം ക്ലബിൽ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് 200 മീറ്ററേ ദൂരമുള്ളൂ. അവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു, വാഹനം കൊടുക്കണമായിരുന്നു, അദ്ദേഹം മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാകണമായിരുന്നു. കാര്യം ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ ഒരു മോഡൽ ആകണം, പൊതുജനങ്ങൾക്ക് ഞാൻ ഒരു മാന്യനാണ് എന്ന് അദ്ദേഹം. അതിന് പകരമായിട്ട് പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ പ്രമാണിമാരെല്ലാം കൂടെ സ്റ്റേഷനിൽ ചെല്ലുകയും അവിടെ CPO ഒരാൾ എണീറ്റ് നിന്ന് തൊഴുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ പോലീസിന് അവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പോലീസ് ഇവരോടൊക്കെ തന്നെ, പ്രമാണിമാരോട്, ഞാൻ പറയുന്നത് AK ആന്റണി സാറിന്റെ ഭാഷയാണ്, പ്രമാണിമാരോട് വിധേയത്വം കാണിച്ചിട്ടുണ്ട്. ഒരു കാര്യം അതിലുള്ളത്, ഈ 12 മണിക്കൂറിന് ശേഷമാണ് പിന്നീട് ഈ വൈദ്യപരിശോധന നടത്തുന്നത്. ഏകദേശം 9-10 മണിയോടുകൂടി മാത്രമാണ് അത് നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനിയും 2 ദിവസം കൂടി എടുക്കും അതിന്റെ റിസൾട്ട് വരാൻ. അപ്പൊ ഈ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അതിൽ ഇനി വ്യക്തമാകുമോ?
അല്ലയോ, അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ലല്ലോ. അപ്പം മുൻ SP ശ്രീ ആന്റണി പറഞ്ഞ കാര്യമൊന്നുമല്ല. അപ്പോ ഈ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇരിക്കുന്ന മദ്യപിക്കുന്ന സ്ഥലത്തൊന്നും ക്യാമറയൊന്നും ഇല്ല. അതിനെല്ലാം ആരുടെ പേരില്ല ബില്ല് വന്നു. അതൊക്കെ വലിയൊരു കളയാനുള്ള സമയം, മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ആൾറെഡി കഴിഞ്ഞു. അതൊക്കെ ചെയ്തു കാണും. അങ്ങനെയല്ലല്ലോ ഇതിനകത്ത് പോലീസിന്റേതായ എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കർമ്മ എന്ന് പറയുന്നത് ഈ വിക്ടിമിനെ കയ്യിലെടുക്കുക, കസ്റ്റഡിയിലെടുക്കുക, വാഹനം കസ്റ്റഡിയിലെടുക്കുക. ഇത് ട്രിവാൻഡ്രം സിറ്റിയിലെ എല്ലാം മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ 500 മീറ്റർ റേഡിയസിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അവിടെ ഈ ട്രിവാൻഡ്രം ക്ലബിലെ മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന എല്ലാം പ്രമാണിമാരാണ്. അവർക്ക് വേണ്ടത്ര ഒത്താശ പോലീസിന്റെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ ചെയ്ത് കാണുമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. കൂടാതെ ഈ പറഞ്ഞ രാജു ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അദ്ദേഹം ഹെഡ്ലൈറ്റ് LED ഹെഡ്ലൈറ്റ് ബ്രൈറ്റ് ഇട്ടിട്ട് വരുന്നു. പിന്നെ അദ്ദേഹം റോഡിലേക്ക് എടുത്തിട്ട് ബൈക്ക് ഓവർ സ്പീഡിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ വോൾവോയുടെ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ഫ്രണ്ട് റൈറ്റ് സൈഡിലെ കോർണർ, ഷോ ഗ്രില്ല് കൂടാതെ അതിനകത്ത് വോൾവോയുടെ എംബ്ലത്തിനകത്ത് ഒരു ക്യാമറയുണ്ട്. അതെല്ലാം ഇടിച്ചു പൊളിച്ച് പോയിട്ട് എയർ ബാഗ് ഓപ്പൺ ആയില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എയർ ബാഗ് ഓപ്പൺ ആകാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല. അപ്പം സാധാരണ ബുദ്ധിശക്തിയുള്ള ഒരാളാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതേസമയം മദ്യപിച്ച ഒരാളാണെങ്കിൽ ഇതൊക്കെ മറന്നുപോകും. അദ്ദേഹം പെട്ടെന്ന് വീട് പിടിക്കാൻ വേണ്ടി ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചതാണ് എയർ ബാഗ് പുറത്ത് വരാതിരിക്കാനുള്ള കാര്യം. പ്രത്യേകിച്ച് വോൾവോയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്ന 5 സെൻസേഴ്സ് ഉണ്ട്. 2 എണ്ണം 2 കോർണറിലും 3 എണ്ണം ഫ്രണ്ടിലും. ഫ്രണ്ടൽ ഇമ്പാക്റ്റില് എയർ ബാഗുകൾ എല്ലാം തുറക്കും. സൈഡ് സെൻസറിൽ കൂടെ ഇടിച്ചിരുന്നെങ്കിൽ ഇടിച്ചിട്ടുണ്ട്. പക്ഷെ അത് എയർ ബാഗ് ഓപ്പൺ ആകാത്ത, സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ഒരു വണ്ടിയുടെയും എയർ ബാഗ് ഓപ്പൺ ആകില്ല. പിന്നെ അദ്ദേഹം അവിടെ സ്പേസ് ഉണ്ടായിരുന്നു, അത്രയും ക്രൗഡഡ് അല്ലായിരുന്നു. ഇടി കിട്ടിയ വാഹനം റോഡിൽ ചെറുപ്പക്കാർ മറിഞ്ഞു വീണു. ഒരു മനുഷ്യത്വപരമായ സമീപനം അദ്ദേഹം എടുക്കേണ്ടതായിരുന്നു. വണ്ടി നിർത്തിയേ മതിയാവും. അത് മണിയമ്പിള്ള രാജുവിന് വേണ്ടി പ്രത്യേക നിയമമൊന്നും ഇല്ലല്ലോ. അത് വലിയ തെറ്റുണ്ട്. അത് പോലീസ് കർശനമായിട്ട് നിയമം എല്ലാവർക്കും ഒരേപോലെയാണെന്ന് നമ്മൾ പറയുമ്പോഴും മണിയമ്പിള്ള രാജുവിന് വേണ്ടി കുറച്ച് ഫ്ലെക്സിബിലിറ്റി ചെയ്തു. കാരണം അത് ട്രിവാൻഡ്രം ക്ലബിലെ മെമ്പേഴ്സിനെ നമുക്കറിയാം, ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. അത് ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് അവിടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് താങ്കൾ അവസാനം പറഞ്ഞതുപോലെ മണിയമ്പിള്ള രാജുവിന് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും എവിടെയും ഇല്ല. അത് മണിയമ്പിള്ള രാജുവിനെന്നല്ല, ആർക്കും, പ്രത്യേകിച്ച് റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി രൂപേന്ദ്രനാരായണൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.